ബീഹാറിന്റെ രാഷ്ട്രീയം മാറുന്നു. ബീഹാറിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ കക്ഷികൾ, ജനതാ രാഷ്ട്രീയ കക്ഷികൾ അധികാരം നിയന്ത്രിച്ചിരുന്ന ബീഹാറിൽ ഇതാദ്യമായി ബി.ജെ.പി. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ സീറ്റ് അവരായിരുന്നു. കോൺഗ്രസിന് ചെറിയൊരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോയത്. കഴിഞ്ഞ തവണയും ആർ.ജെ.ഡി. തന്നെയായിരുന്നു. 74 സീറ്റുകളിൽ ആർ.ജെ.ഡി. തന്നെയായിരുന്നു. ആർ.ജെ.ഡിക്ക് കോൺഗ്രസ് മത്സരിച്ച പകുതി സീറ്റൂടെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അവരൊരു ആർ.ജെ.ഡിക്ക് സാധ്യതയുണ്ടായി. കാരണം തേജസ്വി യാദവിന്റെ പോപ്പുലാരിറ്റി ഒരു ഘടകകക്ഷി എന്തുണ്ടാക്കിയിട്ട് ഒരു ഘടകകക്ഷിക്കെതിരെ മത്സരിക്കുക. തേജസ്വി അവസാന നിമിഷം ദുഃഖിതനായതും ഒരുപക്ഷെ ഈ കോൺഗ്രസിന്റെ കടുംപിടുത്തത്തിലായിരിക്കാം. 11 സീറ്റുകളിൽ മത്സരിക്കാനെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് തേജസ്വി മത്സരിക്കുന്ന കാര്യം പോലും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് പ്രഖ്യാപിച്ചത്. ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് തേജസ്വി യാദവ് വികസന രാഷ്ട്രീയമായി മുന്നോട്ട് പോയി 90ലേക്ക് എത്തുന്നു. നിലവിൽ NDA 90ലേക്ക് അതായത് വലിയ മുന്നേറ്റമാണ് NDAക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. മോദി നിതീഷ് സഖ്യം ബീഹാർ പട്ന എക്സ്പ്രസിൽ അതിവേഗം കുതിക്കുന്ന കാഴ്ചയാണ് തുടരുക തന്നെയാണ്. അതെ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലും അതേ നില തുടരുകയാണ്. ഏറ്റവും ദയനീയമായ പ്രകടനം കാഴ്ചവെക്കുന്നത് നിർഭാഗ്യവശാൽ കോൺഗ്രസ് ആണ് എന്ന് പറയേണ്ടി വരും. ഈ ഘട്ടത്തിൽ ബി.ജെ.പി. 57 ഇടങ്ങളിലും JDU 30 ഇടങ്ങളിലുമാണ് ലീഡ് ചെയ്യുന്നത്. 90 ഇടങ്ങളിൽ NDA ലീഡ് ചെയ്യുമ്പോൾ അതിൽ 57 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നത് ബി.ജെ.പി. ആണ്. JDU-വിനെ മറികടന്ന് ബി.ജെ.പിയുടെ തേരോട്ടം പ്രേക്ഷകർ കാണുന്നു. മഹാഗഡ്ബന്ധനെ മറികടന്ന് NDA-യുടെ തേരോട്ടം പ്രേക്ഷകർ കാണുന്നു. മഹാഗഡ്ബന്ധനിൽ ആർ.ജെ.ഡിയുടെ നില കോൺഗ്രസിന്റെ നില പരിഗണിലാവും. ബി.ജെ.പി. 57ലേക്കൊക്കെ ഉയരുമ്പോൾ സമ്രാട് ചൗധരി താരാപൂരിൽ മുന്നിലാണ് കേട്ടോ. രാഘോപൂരിൽ തേജസ്വി യാദവ് മുന്നിലാണ്. അതായത് മുഖ്യമന്ത്രി പദം എന്ന് വരാനിരിക്കുന്നു എന്ന് കരുതുന്ന ചില പേരുകളാണ്. ആർ.ജെ.ഡി. 47, കോൺഗ്രസ് 2. കോൺഗ്രസിന്റെ 2 എന്നുള്ള അക്കം മാറുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ബി.ജെ.പിയും JDU തമ്മിൽ 10 സീറ്റ് 47 57 ആണ്. 57 ബി.ജെ.പി. 57. കോൺഗ്രസ് 2 അക്കം കടന്നില്ലെങ്കിൽ രാഹുൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. 2 അക്കം കടക്കാതെ പോകുമോ എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ നമ്മളുടെ ഭയം. കാരണം ഒരു ഭാഗത്ത് ആർ.ജെ.ഡി. അടിച്ചു കയറി വരുമ്പോൾ 2 സീറ്റുകളിൽ മാത്രമായി കോൺഗ്രസ് ഒതുങ്ങുന്നു. 2 സീറ്റുകൾ പല സീറ്റുകളിലും ഡക്ക് ഔട്ട് ആണ്. ഈവൻ പ്രശാന്ത് കിഷോർ ഓപ്പൺ ചെയ്തത് പോലും JDU 37. അതായത് ഒരു ഭാഗത്ത് നിങ്ങൾ അർദ്ധ സെഞ്ചുറി പിന്നിടുന്ന ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്, ഒരിടത്ത് ഒറ്റ ബാറ്റ്സ്മാൻ മാത്രം അർദ്ധ സെഞ്ചുറി തികച്ച് ബാക്കി എല്ലാവരും ഡക്കാവുന്ന തൊട്ട് പിന്നിൽ ബി.ജെ.പിയുടെ തൊട്ട് പിന്നിൽ ആർ.ജെ.ഡി. ഉണ്ട്. 48. ആ NDA സഖ്യത്തിന്റെ ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രി ഉണ്ടല്ലോ, ആ രാഷ്ട്രീയ രസതന്ത്രം കൃത്യമായിട്ട് വർക്ക് ചെയ്തു. ബി.ജെ.പി. JDU രാഷ്ട്രീയ രസതന്ത്രം നന്നായിട്ട് വർക്ക് ചെയ്തു. 2 ബാറ്റ്സ്മാൻമാരും ഹാഫ് സെഞ്ചുറി അടിച്ച നിലയിലാണ് ബി.ജെ.പി. സഖ്യത്തിലുള്ളത്, NDA സഖ്യത്തിലുള്ളത്. എന്നാൽ ഒരു ഭാഗത്ത് ഒരൊറ്റ ബാറ്റ്സ്മാന്റെ മിന്നുന്ന പ്രകടനമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ബാക്കി ബാറ്റ്സ്മാൻമാരെല്ലാം കൂടാരം കയറുന്ന അവസ്ഥയാണ് മഹാഗഡ്ബന്ധനിലുള്ളത്. അതിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്നത് ഇത്തവണ നല്ല പെർഫോമൻസ് 50 അടിക്കുക ബി.ജെ.പി. തമ്മിൽ 2 സീറ്റ്. തേജസ്വിയുടെ തേജസ് ഉയർന്നു തന്നെ നിൽക്കും. തേജസ്വിയുടെ തേജസ് ഉയർന്നു നിൽക്കും. പക്ഷേ തേജസ്വിയുടെ സഖ്യം പിന്നിൽ തേജസ്വിയുടെ ഒരു പെർഫോമർ ആണെന്ന് തെളിയിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പെർഫോമർ തേജസ്വി യാദവ് എന്ന. അതായത് ബീഹാറിന്റെ രാഷ്ട്രീയം ഇനി തേജസ്വി കൂടി നിശ്ചയിക്കും എന്നുള്ളതാണ്. നിതീഷ് കുമാർ പോകുന്നതോടുകൂടി അവിടെ ബി.ജെ.പി. വേഴ്സസ് ആർ.ജെ.ഡി. എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. ബീഹാറിലെ കോൺഗ്രസിന്റെ പ്രകടനം ബീഹാറിൽ മാത്രമല്ല പ്രതിഫലിക്കുക എന്നൊരു വിഷയം കൂടിയുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസ് നിർണായകമാണ്. വോട്ട് ചോരി, H ഫയൽസ് അടക്കം, ഹരിയാന ഫയൽസ് അടക്കം, കർണാടകയിലെ മഹാദേവപുര അടക്കം വോട്ട് ചോരി ഉന്നയിച്ച് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി നേരിട്ടാൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച അവിടെയാണ് തേജസ്വി വോട്ട് ചോരിയൊന്നും അല്ല കേട്ടോ. മണ്ഡലങ്ങളിൽ വികസനമാണ് പറഞ്ഞത്. നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞു ബദ്ലാവ് റോസ്കാർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറഞ്ഞു. തേജസ്വി യാദവ് വികസനം പറഞ്ഞു. നിതീഷ് കുമാർ സാധാരണക്കാരന്റെ തേജസ്വിയാണെന്ന് ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബീഹാറിന്റെ. തേജസ്വി ഈസ് എ ഗുഡ് ലീഡർ. ലാലു പ്രസാദ് യാദവ് അഴിമതിയുള്ള ആളായിരിക്കും, ഞങ്ങൾ അയാളെ കണക്കാക്കുന്നില്ല. പക്ഷേ തേജസ്വി യാദവ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള നേതാവാണെന്നുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ബീഹാറിൽ തേജസ്വിയുടെ ഒരു ഉദയം വേണമെങ്കിൽ പറയാം, 2ാം ഉദയം എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ബീഹാറിൽ NDA-യുടെ ഫേസ് ആയിരുന്നത് നരേന്ദ്രമോദിയാണ്, സമ്രാട് ചൗധരി അല്ല. അപ്പോൾ നരേന്ദ്രമോദിയുടെ ആ ഫേസ് വാല്യൂ ബീഹാറിൽ കാണുന്നുണ്ട് എന്നതും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമാണ്.